നമുക്ക് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തെ നമ്മളതിനെ പൂർണ്ണമായിട്ട് സമർപ്പിക്കാം. അമ്മയെ വിളിക്കുന്നത് കരുണയുടെ അമ്മയെന്നാണ്. കരുണയുടെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എന്നാൽ ഇത് കൂടുതൽ ആഴത്തിൽ ബോധ്യപ്പെടണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി ആ ഒരു നിസ്സാരയായ ഒരു സിസ്റ്ററിനെ ദൈവം തിരഞ്ഞെടുത്ത് ഉള്ള കാലഘട്ടത്തെ പറയുന്ന അവസാന കാലഘട്ടം എന്നാണ്. അവസാന കാലഘട്ടം, തമ്പുരാനെ സ്വീകരിക്കാനായിട്ട് ഒരുങ്ങേണ്ട കാലഘട്ടം. മിശിഹായിലേറ്റം സ്നേഹം നിറഞ്ഞ, പ്രത്യേകിച്ച് കാരുണ്യവാനായ തമ്പുരാനിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, നമുക്ക് ഈശോ ഇത് വലിയ ഒരു അവസരമാണ് ഒരുക്കി തന്നിരിക്കുന്നത്. ഈ അവസരത്തിലൂടെ ഈശോ എത്രമാത്രം കാരുണ്യവാനാണ്, ദൈവം എത്രമാത്രം കരുണ നമ്മളോട് കാണിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ളൊരു കാര്യം നമ്മളെ അറിയിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഒന്നിച്ചു കൂടിയിരിക്കുന്നത്. എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെട്ടവരെല്ലാം എൻ്റെ അടുക്കൽ വരും എന്ന തമ്പുരാന്റെ വചനം ഇന്ന് ഇവിടെ നിറവേറുവാണ്. എല്ലാവരും ഒരുമിച്ച് കൂട്ടി ഞാൻ എത്ര സ്നേഹമാണ്, ഞാൻ എത്ര കരുണയാണെന്ന് നമ്മളോട് പറയാനായിട്ട് തമ്പുരാൻ ആഗ്രഹിക്കുവാണ്. ഈ കരുണയുടെ തിരുനാളിന് വേണ്ടി ഈ വർഷത്തെ തിരുനാൾ ഏറ്റവും ആഘോഷമാക്കി തീർക്കണമെന്ന ആഗ്രഹത്തോടു കൂടിയാണ് നമ്മൾ ഈ ധ്യാനം ഇന്ന് ആരംഭിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഈശോയുടെ കരുണയറിഞ്ഞ് ജീവിക്കുമ്പോഴാണ് ആ കരുണ എത്ര വലുതാണെന്നും ആ കരുണ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ എത്രമാത്രം സ്നേഹത്തിന്റെ അനുഭവമാണ് നമുക്ക് ലഭിക്കുന്നതെന്നും ഒക്കെ നമുക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ നിമിഷങ്ങൾ പൂർണ്ണമായിട്ട് നമ്മുടെ ജീവിതങ്ങളെ ഈശോയ്ക്ക് വിട്ടുകൊടുക്കാം. ഒത്തിരി പലവിധ അസ്വസ്ഥതകളിലൂടെ കടന്നു പോകുന്നൊരു കാലഘട്ടമാണല്ലോ ഇത്. യുദ്ധങ്ങള്, മറ്റു തരത്തിലുള്ള പീഡനങ്ങള്, രക്തച്ചൊരിച്ചിലുകള്, ഒത്തിരി ക്രൈസ്തവരൊക്കെ പല സ്ഥലങ്ങളിൽ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. ഒത്തിരി പേര് വേദനകൾ അനുഭവിച്ചാൽ പോകുന്നത്. ഒത്തിരി കുടുംബ തകർച്ചകളുടെ ഒരു കാലഘട്ടമാണ്. സാമ്പത്തിക ക്ലേശങ്ങളാൽ ഞെരുങ്ങുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. ജോലിയില്ലാതെ വിഷമിക്കുന്ന അനേകം പേരുണ്ട്. ഇങ്ങനെയൊക്കെ പലതരത്തില് ഞെരുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തില് ഏറ്റവും വലിയ പ്രത്യാശയുടെ സന്ദേശവുമായിട്ടാണ് തമ്പുരാൻ നമ്മുടെ അടുക്കിലേക്ക് വരുന്നത്. ആരും ഭയപ്പെടേണ്ട, ആരും ഭയപ്പെടേണ്ട, എൻ്റെ കരുണയിൽ എല്ലാവർക്കും സ്ഥാനമുണ്ട് എന്നാണ് ഈശോ നമ്മളെ അറിയിക്കുക. ഞാൻ എത്ര വലിയ പാപിയാണെങ്കിലും, ഞാൻ എത്ര ഈശോയിൽ അകന്നവനാണെങ്കിലും, ഈശോയുടെ സ്നേഹത്തിന്, ഈശോയുടെ കരുണയ്ക്ക് ഞാൻ അർഹനാണ് എന്നുള്ള സന്ദേശമാണ് ഈശോ നമുക്ക് നൽകുന്നത്. നമുക്കൊരു നിമിഷം നമുക്ക് ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ കൈകളൊന്ന് വിരിച്ചു പിടിച്ച്, ചെറുതായിട്ട് വിരിച്ചു പിടിച്ച്, നമ്മുടെ കണ്ണുകളൊന്ന് അടച്ച് നമ്മൾ തന്നെ ഒന്ന് പൂർണ്ണമായിട്ട് ഈശോയ്ക്ക് ഒന്ന് കൊടുക്കാം. നല്ല ഈശോയെ, നീ സ്നേഹം മാത്രമല്ലേ? അങ്ങയുടെ മക്കള് അങ്ങയുടെ സന്നിധിയിൽ ഇപ്പോൾ ആയിരിക്കുവാണ്. നീ എത്രമാത്രം സ്നേഹത്തോടു കൂടിയാണ് ഞങ്ങളെ ഈ ധ്യാന സെഷനായിട്ട് ഞങ്ങളെ വിളിച്ചിരിക്കുന്നത്. ഈശോയെ, ഈ ഒരു മണിക്കൂർ ഞങ്ങൾ ചെലവഴിച്ച് കഴിയുമ്പോൾ നിന്റെ ആ സ്നേഹത്തിന്റെ ആഴം അല്പമെങ്കിലും മനസ്സിലാക്കാനായിട്ട് ഞങ്ങൾ അനുവദിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ പ്രത്യാശയുണ്ട് എന്നുള്ള തിരിച്ചറിവ് തമ്പുരാനെ നൽകണമേ. സ്നേഹം നിറഞ്ഞ കർത്താവേ, ഓരോ മക്കളുടെയും ജീവിതങ്ങളെ പൂർണ്ണമായിട്ട് അവരായിരിക്കുന്ന അവസ്ഥയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. നമുക്ക് ഒന്ന് അല്പനേരം സ്തുതിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. കർത്താവേ, കൃപകൾ നിറയ്ക്കണം ഞങ്ങളുടെ മക്കളുടെ മേല്. ഈ വചനം കേൾക്കാന്, ഗ്രഹിക്കാന്, ജീവിതം അനുഗ്രഹമാക്കി മാറ്റാന്, എല്ലാ നിരാശയും മാറ്റി പ്രത്യാശയിലേക്ക് കടന്നു വരാന് ഈശോ ഉണ്ടെങ്കിൽ എല്ലാം ഉണ്ട്. കരുണയുടെ രാജാവായ അവിടുന്ന് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ എനിക്കെല്ലാമായി. അവിടുത്തെ കരുണയുണ്ട് മുഴുവനായി എന്നുള്ള ആഴമായ ബോധ്യത്തിലേക്ക് കർത്താവേ ഞങ്ങളുടെ മക്കളെ നടത്തണമേ. നമുക്ക് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തെ നമ്മളതിനെ പൂർണ്ണമായിട്ട് സമർപ്പിക്കാം. അമ്മയെ വിളിക്കുന്നത് കരുണയുടെ അമ്മയെന്നാണ്. കരുണയുടെ അമ്മയുടെ
കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ. ആമേൻ. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, നമ്മള് ഈശോ, എല്ലാവരും കണ്ണു തുറന്നോളൂ. ഈശോയുടെ കരുണയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ ആരംഭിക്കുമ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതൊരു പുതിയ കണ്ടുപിടുത്തമൊന്നുമല്ല. ഈശോ കരുണയാണ്, ദൈവം കരുണയാണ് എന്നുള്ളത് പുതിയ കണ്ടുപിടുത്തമൊന്നുമല്ല. എന്നാൽ ഈ കാലഘട്ടങ്ങളിൽ ഇത് ഏറ്റവും ആവശ്യമായത് കൊണ്ട് ഈ കരുണയെക്കുറിച്ച് അറിയേണ്ടതും കരുണയിൽ ആശ്രയിക്കേണ്ടതും ഏറ്റവും വലിയ ആവശ്യമായതുകൊണ്ട് ഒരു ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു സിസ്റ്ററിലൂടെ കഴിഞ്ഞ നൂറ്റാണ്ടില് ഈ കരുണ എത്രമാത്രം ആഴമേറിയതാണെന്ന് നമ്മളെ മനസ്സിലാക്കി തരാനായിട്ട് തമ്പുരാൻ പരിശ്രമിക്കുകയാണ്. ബൈബിളില് തമ്പുരാൻ തന്നെ, ഈ ദൈവം തന്നെ പറയുന്നത് വിശുദ്ധ പുറപ്പാടിന്റെ പുസ്തകത്തില് 34-ാം അധ്യായം 6-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് കർത്താവ് തന്നെ മോശയുടെ മുന്നിലൂടെ കടന്നു പോയിക്കൊണ്ട് കർത്താവ് തന്നെ പറയുന്ന ഇതാണ്: കർത്താവ് കാരുണ്യവാനും കൃപാനിധിയുമായ ദൈവം, കോപിക്കുന്നതിൽ വിമുഖൻ, സ്നേഹത്തിലും വിശ്വസ്തതയിലും അത്യുദാരൻ, തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും ക്ഷമിച്ചുകൊണ്ട് ആയിരങ്ങളോട് കരുണ കാണിക്കുന്നവൻ. ഇപ്പം എല്ലാവരോടും കരുണ കാണിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ചാണ് ബൈബിള് എഴുതി വച്ചിരിക്കുന്നത്. എനിക്ക് നിങ്ങളോട് കരുണ മാത്രമേ ഉള്ളൂ എന്നാണ് ബൈബിൾ മുഴുവനായിട്ട് വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകുന്നത്. എന്നാൽ ഇത് കൂടുതൽ ആഴത്തിൽ ബോധ്യപ്പെടണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി ആ ഒരു നിസ്സാരയായ ഒരു സിസ്റ്ററിനെ ദൈവം തിരഞ്ഞെടുത്ത് നമ്മളെ കരുണയുടെ സന്ദേശം നമ്മുടെ ഉള്ളിലേക്ക് കൂടുതൽ ശക്തമായിട്ട് നൽകുന്ന ഒരു കാലഘട്ടമാണ്. ഇപ്പം നമ്മൾ പറയുന്നുണ്ട്, തിരുസഭയുടെ പഠനം അനുസരിച്ച് ഈശോയുടെ സ്വർഗാരോപണ തിരുനാള് സ്വർഗാരോപണം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉള്ള കാലഘട്ടത്തെ പറയുന്ന അവസാന കാലഘട്ടം എന്നാണ്. അവസാന കാലഘട്ടം, തമ്പുരാനെ സ്വീകരിക്കാനായിട്ട് ഒരുങ്ങേണ്ട കാലഘട്ടം. എന്നാൽ ഇപ്പോൾ സ്വകാര്യ വെളിപാടുകളിലൂടെയൊക്കെ, സ്വകാര്യ വെളിപാടുകളിൽ വിശ്വസിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, എങ്കിലും ബൈബിൾ പറയുന്ന അനുസരിച്ചുള്ള പലതരത്തിലുള്ള ദുരിതങ്ങളും യുദ്ധങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നമുക്ക് പറയാൻ സാധിക്കും, ഇതൊരു അന്തിമ മണിക്കൂറാണ് എന്നാണ് നമുക്ക് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ അന്തിമ മണിക്കൂറിൽ പ്രത്യാശ നൽകുന്ന സന്ദേശവുമായിട്ട് തമ്പുരാൻ വരുന്നത് ഞാൻ കരുണയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. വിശുദ്ധ ഫൗസ്റ്റീനായുടെ ഡയറി നമ്പർ 965 ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: പാപികൾക്ക് ഞാൻ നൽകുന്ന രക്ഷയുടെ അവസാന പ്രത്യാശ എൻ്റെ കരുണയിലാണ്. പാപികൾക്ക് ഞാൻ നൽകുന്ന രക്ഷയുടെ അവസാന പ്രത്യാശ എൻ്റെ കരുണയിലാണ്. അപ്പം കരുണയിൽ, ഈ വാഗ്ദാനത്തിലൂടെ തമ്പുരാൻ പറയുന്നത്, എൻ്റെ കരുണയിൽ ആശ്രയിക്കുന്നവർ നശിച്ചു പോകുകയല്ല എന്നാണ് തമ്പുരാൻ നമ്മളോട് പറയുന്നത്. എൻ്റെ കരുണയിൽ ആശ്രയിക്കുന്നവര്, റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ്ലീഹ ഇങ്ങനെയാണ് നമ്മളോട് പറയുന്നത്. റോമ 9:16 നമ്മളോട് ഇങ്ങനെ പറയുന്നു: മനുഷ്യന്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിന്റെ ദയയാണ് എല്ലാറ്റിലും പ്രാധാന്യം അറിയിക്കുന്നതെന്ന്. ഇപ്പൊ ദൈവത്തിന്റെ കരുണയാണ് ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്നത്. ദൈവത്തിന്റെ കരുണ നമ്മിൽ പ്രവർത്തിക്കാനായിട്ട് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരു വലിയ സംഭവമുണ്ട്, പ്രസിദ്ധമായൊരു സംഭവമുണ്ട്. അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിൽ നമ്മൾ കാണുന്നതാണ്. അദ്ദേഹം ആർസ് എന്ന ഇടവകയിൽ സേവനം ചെയ്യുന്ന അവസരത്തിൽ ഒരു കറുത്ത വസ്ത്രം ധരിച്ച് ഒരു സ്ത്രീയെ കരഞ്ഞ് വിലപിച്ചുകൊണ്ടാണ് വിയാനി പെണ്ണുവാന്റെ അടുക്കൽ ചെല്ലുന്നത്. അവരുടെ ഭർത്താവ് കടുത്ത നിരാശയിൽ ഒരു പാലത്തിന്റെ മുകളിൽ നിന്ന് നദിയിലേക്ക് ചാടി ആത്മഹത്യ ചെയ്തു എന്നതാണ് ആ സ്ത്രീയുടെ വിഷമം. അതിനേക്കാൾ ആ വിഷമം ഉണ്ടാകുന്നത് ഭർത്താവ് ഇപ്പോൾ നരകത്തിലായിരിക്കുമോ എന്ന ആ ഭയമാണ് ആ സ്ത്രീക്കുള്ളത്.
ദൈവിക ജ്ഞാനമുള്ള വിയാനി പുണ്യവാന് പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, മകളെ നീ ഭയപ്പെടേണ്ട, നിന്റെ ഭർത്താവ് ശുദ്ധീകരണ സ്ഥലത്തിലാണ്. അതിനുശേഷം പുണ്യവാൻ ഇങ്ങനെയാണ് അവളോട് പറയുന്നത്, പാലത്തിൽ നിന്ന് താഴേക്ക് ചാടി ആ നിമിഷത്തിനും വെള്ളത്തിൽ വീഴുന്നതിനും ഇടയിലുള്ള ആ ചെറിയ സമയത്ത് അവൻ അനുതപിച്ചു. ആ ഒരു നിമിഷം മതിയായിരുന്നു ദൈവത്തിന്റെ കരുണ അവനെ രക്ഷിക്കാൻ. ദൈവത്തിന്റെ കരുണ എന്ന് പറയുന്നത്, ദൈവമേ എന്ന് നമ്മൾ ആഴത്തിൽ വിളിക്കുമ്പം, എനിക്ക് നീ അല്ലാതെ ഒന്നും ആരുമില്ല എന്നുള്ള ആ ഒരു ചിന്തയോടുകൂടി ഞാൻ ദൈവത്തെ വിളിക്കുമ്പം, നീ മാത്രമേ എനിക്ക് അഭയമുള്ളൂ എന്ന രീതിയിൽ അവിടുത്തെ വിളിക്കുമ്പം അവിടെ രക്ഷ കടന്നു വരുവാണ്. സഹോദരങ്ങളെ, നമ്മൾ ദൈവത്തെ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. അതുകൊണ്ടാണ് ഫൗസ്റ്റീനായോട് ഈശോ പറയുന്നത്, ഞാൻ കരുണയും സ്നേഹവും മാത്രമാണ് എന്ന്. ഫൗസ്റ്റീനായോട് ഈശോ പറയുന്നത്, ഞാൻ കരുണയും സ്നേഹവും മാത്രം, പിന്നെ അതാണെങ്കിൽ പിന്നെ വേറെ ഒന്നുമല്ല. ഈശോയെ കുറിച്ച് ബൈബിളിൽ കൊടുത്തിരിക്കുന്ന വിശേഷണം എന്താണ്? അവൻ നീതിമാന്മാരുടെ സ്നേഹിതനാണോ? അല്ല. ബൈബിളിൽ ഈശോയെ കുറിച്ച് കൊടുത്തിരിക്കുന്ന വിശേഷണം, അവൻ പാപികളുടെയും ചുങ്കക്കാരുടെയും സ്നേഹിതനാണ് എന്നാണ്. അതുകൊണ്ട് നമ്മൾ പാപം ചെയ്ത് എത്രമാത്രം ദൈവത്തിൽ നിന്ന് അകന്നു പോയാലും ഈശോയിൽ നമുക്ക് സമാധാനമുണ്ട്. അവിടുത്തെ കരുണയിൽ ആശ്രയിക്കുന്നവരെ ദൈവം പൂർണ്ണമായിട്ടും രക്ഷിക്കും. ആ മനുഷ്യന്റെ പാപത്തിന്റെ ആഴത്തേക്കാള്, അല്ലെങ്കിൽ നമ്മുടെ വീഴ്ചയുടെ വേഗതയേക്കാൾ എത്രയോ വലുതാണ് നമ്മെ തേടിയെത്തുന്ന ദൈവ കരുണയുടെ വേഗത. ഇതാണ് ദൈവത്തിന്റെ കരുണ എന്ന് പറയുന്നത്. വിശുദ്ധ തോമസ് അക്വീനാസ് എന്ന് പറയുന്ന പുണ്യവനെ കുറിച്ച് കേട്ടിട്ട് കാണും. ഒരു വലിയ ദൈവശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്, സൃഷ്ടികളോട് ദൈവം കാണിക്കുന്ന ഏറ്റവും വലിയ ഗുണമുള്ള ദൈവം ബലഹീനനായ സൂര്യനെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ നമുക്ക് സൂര്യനെ തൊടാൻ പറ്റത്തില്ല. എന്നാൽ സൂര്യനെ നമുക്ക് അനുഭവിക്കാൻ പറ്റും. സൂര്യനെ നമ്മൾ അനുഭവിക്കുന്നത് ആ സൂര്യന്റെ ചൂടും ആ വരുമ്പോഴാണ്. ഇതുപോലെ തന്നെ ദൈവത്തിന്റെ ആ സ്നേഹവും കരുണയും ഒക്കെ അനുഭവിക്കുന്നത് ആ സ്നേഹം നമ്മിലേക്ക് കരുണയായിട്ട് പുറപ്പെടുമ്പോഴാണ്. ഫൗസ്റ്റീനായുടെ ഡയറിയിൽ 949 ഈശോ ഈ കാര്യം ഇങ്ങനെ നമ്മളെ വ്യക്തമാക്കും. 949 ഖണ്ഡികയിൽ, അത് ദൈവകരുണയുടെ ലുത്തിനിയായാണ് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ. അതിൻ്റെ തുടക്കം, ആ തുടക്കത്തിൽ തന്നെ എന്താണ് കരുണയെന്ന് പറയുവാണ്, അല്ലെങ്കിൽ കരുണയും സ്നേഹവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് അവിടെ പറയുവാണ്. ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, ദൈവസ്നേഹം പുഷ്പമാണ്, കരുണ അതിൻ്റെ ഫലമാണ്. അപ്പം നമ്മൾ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നത് അവിടുത്തെ കരുണയായിട്ടാണ്. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഇങ്ങനെ പറയുന്നുണ്ട്, സ്നേഹത്തിന്റെ രണ്ടാമത്തെ പേരാണ് കരുണ എന്ന് പറഞ്ഞിരിക്കുന്നത്. സ്നേഹത്തിന്റെ രണ്ടാമത്തെ പേരാണ് കരുണ. വിശുദ്ധ ഫ്രാൻസിസ് പാപ്പ നമ്മളെ ഓർമ്മിക്കുന്നത്, യേശുക്രിസ്തു പിതാവായ ദൈവത്തിന്റെ കരുണയുടെ മുഖമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. യേശുക്രിസ്തു പിതാവായ ദൈവത്തിന്റെ കരുണയുടെ മുഖമാണ്. പിതാവായ ദൈവം തൻ്റെ കരുണ എത്രമാത്രം വലുതാണ് എന്ന് കാണിക്കുന്നത് ഈശോയിലൂടെയാണ്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ്ലീഹ നമ്മളോട് പറയുന്നുണ്ട്, ഫിലിപ്പിയർ 2:6 നമ്മളോട് ഇങ്ങനെയാണ് പറയുന്നത്, ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നിട്ടും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. അതായത് ദൈവമാണെന്നുള്ള കാര്യം മറന്ന് ഈശോ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് ദൈവത്തിൻ്റെ കരുണയുടെ അടയാളമാണ്. അങ്ങനെയാണ് ദൈവം നമ്മളെ സ്നേഹിക്കുന്നത്. വീണ്ടും നമ്മൾ ഡയറി നമ്പർ 949 തന്നെ നമ്മൾ ഇങ്ങനെ കാണുന്നുണ്ട്,
പിതാവിന്റെ ഹൃദയത്തിൽ നിന്ന് ഒഴുകുന്ന കരുണയെക്കുറിച്ച് അവിടെ പറയുവാണ്. പിതാവായ ഉള്ളിൽ നിന്നും അനന്തമായി പുറപ്പെടുന്ന ദൈവകാരുണ്യമേ. അപ്പൊ ഈ ദൈവകാരുണ്യത്തിന്റെ പ്രത്യേകത എന്താണ്? ഈ ദൈവകാരുണ്യം അവസാനിക്കുന്നില്ല എന്നുള്ളതാണ്. ഈ ദൈവകാരുണ്യം ഇപ്പം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എപ്പോഴാണ് പാപമോചനം കിട്ടുന്നത്? നമ്മൾ തയ്യാറായി കഴിയുമ്പോഴാണ്. ദൈവം എപ്പോഴും തരാനായിട്ട് ഒരുക്കുക. ദൈവം കരുണ എപ്പോഴും ഭക്ഷിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. വിശുദ്ധ ക്രിസോസ്റ്റോം തൻ്റെ ഇങ്ങനെ നമ്മളോട് പറയുന്നുണ്ട്. വിശുദ്ധ ക്രിസോസ്റ്റോം, നീ പാപം ചെയ്തോ? നിനക്ക് പാപമോചനം ആവശ്യമുണ്ടോ? നീ പാപമോചനം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ 10 മടങ്ങ് അത് നൽകാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നെന്നാ പറഞ്ഞേ. നമ്മൾ പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നാൽ പിന്നെ ദൈവം ആഗ്രഹിക്കുന്നത് എങ്ങനെയാണ് ഇവനോട് കരുണ കാണിക്കാൻ പറ്റുന്നത് എന്നുള്ളതാണ്. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, കരുണ കാണിക്കാനായിട്ട് കാത്തിരിക്കുന്ന ദൈവത്തെയാണ് നമ്മൾ സുവിശേഷത്തിൽ ഈശോയിലൂടെ കണ്ടെത്തുന്നത്. ലൂക്കായുടെ സുവിശേഷം 15-ാമത്തെ അധ്യായം ദൈവത്തിന് വലിയ കാരുണ്യത്തെ എടുത്തു കാണിക്കുന്ന ഒരു 2-3 ഉപമകളുള്ള ഒരു അധ്യായമാണ്. അതിൽ 11-ാമത്തെ വാക്യം മുതൽ ധൂർത്തപുത്രനെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. ധൂർത്തപുത്രന് തൻ്റെ സമ്പത്തെല്ലാം പിതാവിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് അതെല്ലാം ദൂരദേശത്തേക്ക് പോയി എല്ലാം നശിപ്പിച്ച് അവസാനം ഒരു രക്ഷയുമില്ലാതെ വരുമ്പം തിരിച്ചു വരാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അങ്ങനെ ആഗ്രഹിക്കുന്ന നിമിഷത്തിൽ പിതാവ് അവനെ ദൂരെ വെച്ച് തന്നെ കാണുന്നു. അതായത് 20-ാമത്തെ വാക്കിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: പിതാവ് അവനെ ദൂരത്തിൽ വെച്ച് കണ്ടപ്പോൾ അവന് ഓടിച്ചെന്ന് അവനെ ആശ്ലേഷിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. യഹൂദ പശ്ചാത്തലത്തില്, 1-ാം നൂറ്റാണ്ടിലെ യഹൂദ പശ്ചാത്തലത്തില് സ്വത്ത് നശിപ്പിച്ച് വരുന്നവനെ ഗ്രാമവാസികൾ കല്ലെറിയുമായിരുന്നു. അപ്പൊ അതുപോലെ തന്നെ ഇങ്ങനെ വലിയ നീണ്ട മേലങ്കി അണിഞ്ഞുള്ള പിതാവ് ഇങ്ങനെ ഏറ്റോടി പോവുക എന്ന് പറയുന്നത് ആ കാലത്ത് ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ്. പിന്നെ എന്തുകൊണ്ടാണ് ആ പിതാവ് തൻ്റെ മകൻ വരുന്നത് കണ്ട് ഓടിപ്പോകാൻ കാരണം? അകലെ വെച്ച് തന്നെ കണ്ടപ്പോൾ എൻ്റെ മകനെ ആരെങ്കിലും കല്ലെറിഞ്ഞെങ്കിലോ എന്ന് പേടിച്ചാണ് പിതാവ് ഓടി ചെല്ലുന്നത്. അവനെ ആശ്ലേഷിക്കും പിതാവ് ഇതാണ് ആഗ്രഹിക്കുന്നത്: അവൻ്റെ മേൽ വരേണ്ട കല്ലുകളൊക്കെ എൻ്റെ മേൽ വന്നോട്ടെ, അവൻ്റെ മേൽ വരേണ്ട കല്ലുകളൊക്കെ എൻ്റെ മേൽ വന്നോട്ടെ. ഇതാണ് ദൈവത്തിന് നമ്മളോടുള്ള സ്നേഹം എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, ഈ സ്നേഹം നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് ദൈവത്തിൽ നിന്ന് ഒരിക്കലും മാറാൻ പറ്റാതെ വരുന്നത്. ഈ സ്നേഹം നമ്മുടെ ജീവിതത്തിൽ തിരിച്ചറിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരിക്കലും തമ്പുരാനെ ഉപേക്ഷിക്കുകയല്ല. ഈ ഫൗസ്റ്റീന ഡയറി 949 തന്നെ പാപത്തിന്റെ അന്ധകാരത്തിൽ നിന്ന് ഉയർത്തുന്ന കരുണയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ എത്രമാത്രം പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു പോയാലും പാപത്തിന്റെ അന്ധകാരത്തിൽ ഞങ്ങളെ ഉയർത്തുന്നതും നിരാശരായ ആത്മാക്കളുടെ ഏക പ്രത്യാശയുമായ ദൈവകരുണയെന്നാണ് പറഞ്ഞാണ് അവിടെ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. പാപത്തിന്റെ അന്ധകാരത്തിൽ ഞങ്ങളെ ഉയർത്തുന്നതും നിരാശരായ ആത്മാക്കളുടെ ഏക പ്രത്യാശയുമായ ദൈവകരുണയെ. അതുകൊണ്ട് നമ്മുടെ പാപം എത്ര ഭയാനകമാണെങ്കിലും ദൈവകരുണയ്ക്ക് ഒരു നിമിഷത്തെ വിലാപം മാത്രമേ ആവശ്യമുള്ളൂ. നമ്മൾ സുവിശേഷത്തിൽ ഒരു കള്ളനെ കണ്ടെത്തുന്നുണ്ട്. അവനെ ഈശോയോടൊപ്പം വലതുവശത്താണ് അവനെ കുരിശിൽ തറയ്ക്കുന്നത്. അവിടെ കിടന്ന് അവൻ്റെ ഒരു പ്രാർത്ഥനയുണ്ട് കർത്താവിനോട്. അവൻ ഇങ്ങനെയാണ് പറയുന്നത്. ലൂക്കായുടെ സുവിശേഷം 23-ാം അധ്യായം 41-ാമത്തെ ഭാഗത്തിൽ ഇങ്ങനെയാണ് അവൻ പറയുന്നത്: നമ്മുടെ ശിക്ഷാവിധി ന്യായമാണ്. മറ്റേ കള്ളനോട് പറയുന്നത് നമ്മുടെ ശിക്ഷാവിധി ന്യായമാണ്, നമ്മൾ ചെയ്തതിനുള്ള പ്രതിഫലം നമുക്ക് ലഭിക്കുന്നു. എന്നിട്ട് അവിടുന്ന് പറയുക, അവന് ഈശോയോട് പറയണം. 43-ാമത്തെ ഭാഗത്ത് നമ്മൾ കാണുന്നുണ്ട്: യേശുവേ, നീ നിന്റെ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ.
സഹോദരങ്ങളെ, എന്താ സംഭവിക്കണേ? എന്താ സംഭവിക്കുന്ന അവിടെ? ഇതാണ് ദൈവത്തിന്റെ സ്നേഹം, ഇതാണ് ദൈവത്തിന്റെ കരുണ. മുഴുവനായിട്ട് നമ്മളെ ആ നിമിഷം ഈശോ പറയുന്ന ഇതാണ്: ഇന്ന് നീ എന്നോട് കൂടെ പറുദീസായിലായിരിക്കും. ആ കള്ളൻ അവസാനം മോഷ്ടിച്ചത് സ്വർഗമാ. കരുണ തോന്നണമേ, ഓർക്കണമേ എന്ന ഒറ്റ വാക്കിനാലാണ് അവൻ സ്വർഗം നേടിയെടുക്കുന്നത്. സഹോദരങ്ങളെ, വീണ്ടും ഫൗസ്റ്റീനായുടെ ഡെയർ നമ്മൾ പറയുവാണ് ദിവ്യകാരുണ്യത്തിൽ ഒളിഞ്ഞിരിക്കുന്ന കരുണയെക്കുറിച്ച്. അവിടെ ഇങ്ങനെയാണ് നമ്മൾ ആ പ്രാർത്ഥന നടത്തുന്നത്: പരിശുദ്ധ കുർബാനയിൽ ഒളിഞ്ഞിരിക്കുന്നതും എല്ലാ അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും ഉറവിടമായ ദൈവകരുണേ. കത്തോലിക്ക ദൈവശാസ്ത്രം നമ്മളെ പഠിപ്പിക്കുന്നത് ദൈവത്തിന്റെ ഏറ്റവും വലിയ ഗുണവിശേഷം എന്ന് പറയുന്നത് അവിടുത്തെ കരുണയെന്നാണ്. നമ്മൾ വിശുദ്ധ കുർബാനയെ വിളിക്കുന്നത് എങ്ങനെയാണ്? ദിവ്യകാരുണ്യം. ദിവ്യകാരുണ്യം അതായത് ദൈവത്തിന്റെ കരുണ രൂപം ധരിച്ചതിന് പറയുന്ന പേരാണ് ദിവ്യകാരുണ്യം. ഈ ഡയറി 357 ഫൗസ്റ്റീനായോട് ഈശോ പറയുവാണ്: പാവപ്പെട്ട പാപികൾക്ക് വേണ്ടി എൻ്റെ ഹൃദയം കരുണയാൽ കവിഞ്ഞൊഴുകുവാണ്. പാവപ്പെട്ട പാപികൾക്ക് വേണ്ടി എൻ്റെ ഹൃദയം കരുണയാൽ കവിഞ്ഞൊഴുകുവാണ്. അവർക്ക് വേണ്ടി ഞാൻ കാരുണ്യത്തിന്റെ രാജാവായി സക്രാരിയിൽ വസിക്കുന്നു. സഹോദരങ്ങളെ, ഈശോയുടെ മുന്നിൽ, ആ ദിവ്യകാരുണ്യത്തിന് മുന്നിൽ നമ്മൾ പോയിരിക്കുമ്പം അവിടെ ഈശോ കാരുണ്യത്തിന്റെ രാജാവാണ്. ഈശോ എന്നാ പറയണേ? നിങ്ങൾ എന്നെ ഭക്ഷിക്കുക, എൻ്റെ രക്തം കുടിക്കുക. അത്രമാത്രം നമ്മളെ സ്നേഹിക്കാനായിട്ട്, കരുണ കാണിക്കാനായിട്ട് കാത്തിരിക്കുന്ന നാഥനെയാണ്, കാരുണ്യത്തിന്റെ രാജാവിനെയാണ് നമ്മൾ സക്രാരിയിൽ കണ്ടെത്തുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ജീവിതത്തിൽ ഭാരം വഹിക്കുന്നവരാണ്, ക്ലേശത്താൽ കുരുങ്ങുന്നവരാണ്. പലപ്പോഴും ഫോണൊക്കെ വിളിക്കുമ്പോൾ ആൾക്കാർ പറയാറുണ്ട്: അച്ഛാ, ഒരു സമാധാനമില്ല, വീട്ടിൽ ഒരു സമാധാനമില്ല. ചിലർ പറയാറുണ്ട്: എനിക്ക് ഒത്തിരി മാറ്റാൻ പറ്റണില്ല. ചിലർ പറയാറുണ്ട്: ഞാൻ നിർത്തണമെന്ന് ആഗ്രഹിച്ചിട്ടും പലതും എനിക്ക് നിർത്താനായിട്ട് പറ്റുന്നില്ല. ഇങ്ങനെ ഇരിക്കുന്ന ഈ ഒരു അവസരത്തിൽ ഈശോ നമുക്ക് തരുന്ന ഒത്തിരി നല്ല ആഴമേറിയ ചിന്തയുണ്ട്. ഒരിക്കലൊരു മനുഷ്യന് വലിയ ഭാരം ചുമന്ന് മല കയറുവാണ്. അദ്ദേഹത്തിന് വഹിക്കാൻ പറ്റാത്തതിലും വലിയ ഭാരം ചുമന്നാണ് അദ്ദേഹം മല കയറിക്കൊണ്ടിരിക്കണേ. ആ നിമിഷത്തിൽ ഒരു മലയുടെ പകുതി എത്തിയപ്പോഴത്തേക്ക് അയാൾ തളർന്ന് വീണു, ഭാരവുമായിട്ട്. ആ സമയത്ത് തമ്പുരാന് ഈശോയെ പ്രകാശപൂർണമായ രീതിയിൽ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോട് പറയുകയാണ്: മകനെ, ഈ ഭാരം എനിക്ക് തരൂ, ഞാനിത് ചുമക്കാം. പക്ഷെ ആ മനുഷ്യൻ ചാക്ക് പുറത്ത് കിടന്ന ചാക്ക് ഒന്നുകൂടെ മുറുകെ പിടിച്ചുകൊണ്ട് പറഞ്ഞു: ഇല്ല കർത്താവേ, ഞാനിത് തരില്ല, ഇത് നിറയെ അഴുക്കാം. ഞാൻ ചെയ്ത തെറ്റുകൾക്കുള്ള ശിക്ഷ ഞാൻ തന്നെ ഒരു ഭാരമായി ചുമക്കണം. അത്രമാത്രം വേദനയോടുകൂടി അദ്ദേഹം പറയുവാണ്: ഇത് ഞാൻ ചുമന്നേ മതിയാകൂ എന്ന്. പക്ഷെ ഈശോ കരുണയോടുകൂടി ആ മനുഷ്യനോട് പറയുന്നത് എന്താണ്? മകനെ, നീ ഈ പാപഭാരവും പേറി ജീവിതത്തിന്റെ മല കയറാൻ വേണ്ടി അല്ല കാൽവരി മലയിൽ ഈ ഭാരം മുഴുവൻ ഞാൻ എൻ്റെ ചുമലിൽ ഏറ്റെടുത്തത്, ഇതെനിക്ക് വിട്ടുതരിക. 2 കൊറിന്തോസ് 5-ാം അധ്യായം 21-ാമത്തെ വാക്യത്തില് പൗലോസ് നമ്മളോട് പറയുവാണ്, ദൈവത്തിന്റെ വചനം നമ്മളോട് സംസാരിക്കുവാണ്. ഇങ്ങനെയാണ് അത് സംസാരിക്കുന്നത്. 5:21, 2 കൊറിന്തോസ് 5:21. എന്തെന്നാൽ അവനിൽ നാം എല്ലാവരും ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് പാപം അറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി.
പാപം അറിയാത്തവനെ നമുക്ക് വേണ്ടി പാപമാക്കി മാറ്റുന്നതാണ് ദൈവത്തിന്റെ കരുണ എന്ന് പറയണേ. നമുക്ക് ആ ഈശോയുടെ ചുമലിലിരിക്കുന്ന ആ കുരിശിലേക്കൊന്ന് നോക്കാം അല്ലെ. എത്ര ഭാരമേറി. യഥാർത്ഥത്തിൽ ആ മരത്തിന്റെ തൂക്കമായിരുന്നോ യഥാർത്ഥത്തിൽ ഈശോ ചുമലിലുണ്ടായിരുന്നത്? അല്ല. എണ്ണമില്ലാത്ത പാപം ചെയ്ത മനുഷ്യന്റെ പാപങ്ങളായിരുന്നു അവിടുത്തെ ചുമലിലുണ്ടായിരുന്നത്. ദൈവമായിരുന്നിട്ട് പോലും ഈശോ 2 or 3 പ്രാവശ്യം വീഴുന്നു എന്ന് നമ്മൾ കാണുന്നുണ്ട്. നമുക്ക് വേണ്ടി ഭാരം വഹിക്കുന്ന, നമുക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാകുന്ന ദൈവത്തിന്റെ പ്രവൃത്തിക്ക് പറയുന്ന പേരാണ് ദൈവത്തിന്റെ കരുണ. എന്നെ രക്ഷിക്കാനായിട്ട് മരിക്കണം എന്ന് അവിടുന്ന് മനസ്സിലാക്കിയപ്പോൾ മരിക്കാൻ വേണ്ടി ഇറങ്ങി വന്ന ദൈവത്തിന്റെ സ്നേഹത്തിന് പറയുന്ന പേരാണ് കരുണ. സഹോദരങ്ങളെ, നമുക്ക് ഈശോയ്ക്ക് നമ്മുടെ ജീവിതങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാം. നമുക്ക് ഒരു നിമിഷം കണ്ണടയ്ക്കാം. നമുക്ക് കണ്ണടയ്ക്കാം. ഈ സ്നേഹം ആണ് നമ്മളെ അവിടത്തിലേക്ക് നമ്മളെ വലിച്ചടിപ്പിക്കുന്നത്. ഓരോ വിശുദ്ധ കുർബാനയിലും ഇത് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. കർത്താവെ അനുഗ്രഹിക്കണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ ഈ രഹസ്യങ്ങളിലേക്ക് അടുപ്പിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈശോയിലേക്ക് നമ്മളെ അടുപ്പിക്കുന്നത് ഈശോയ്ക്ക് നമ്മോടുള്ള അനന്ത കരുണയാണ്. പിതാവായ ദൈവം തൻ്റെ സ്നേഹം നമ്മളോട് പ്രകടമാക്കുന്നത് വിശുദ്ധ യോഹന്നാൻ എഴുതി, നമുക്ക് കണ്ണുകൾ തുറക്കാം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: തൻ്റെ ഏകജാതനെ വിശ്വസിക്കുന്നവർ ആരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം അത്രമാത്രം അധികമായി ദൈവം ലോകത്തെ സ്നേഹിച്ചു. നമുക്ക് ആ സ്ഥാനത്ത്, ലോകം എന്ന സ്ഥാനത്ത് എന്നെ വെച്ചുകൊണ്ട് പറയാം, ഈശോയെ ഈ ലോകത്തിലേക്ക് ദൈവം തന്നത് എന്നോടുള്ള സ്നേഹത്തെ പ്രതിയാണ്. ലോകത്തെ 17-ാമത്തെ വാക്യത്തിൽ പറയുവാണ്, ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാൻ വേണ്ടി അല്ല, ലോകത്തെ രക്ഷിക്കാനുള്ള പദ്ധതിയുടെ ഭാഗമായിട്ടാണ് തൻ്റെ മകനെ ഈ ഭൂമിയിലേക്ക് ദൈവം അയക്കുന്നത്. ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ളത് രക്ഷയുടെ പദ്ധതിയാണ്. നമ്മൾ പാപത്തിൽ നശിക്കണമെന്നും പാപത്തിൽ കടക്കണമെന്നും അവിടുന്ന് ആഗ്രഹിക്കണില്ല. സ്നേഹം നിറഞ്ഞവരെ, വീണ്ടും ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കുമ്പോൾ വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ ജീവിതത്തിൽ തന്നെ സംഭവിച്ച മറ്റൊരു സംഭവത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ജോൺ മരിയ വിയാനിയുടെ വലിയ കുമ്പസാരക്കാരനായിരുന്നു അദ്ദേഹം. അങ്ങനെ കുമ്പസാരത്തിന് ഇങ്ങനെ ആയിരിക്കുന്ന അവസരത്തിൽ ജോൺ മരിയ വിയാനി കാണുവാണ്, പള്ളിയുടെ അങ്ങേയറ്റത്ത് ഒരു സ്ത്രീയെ വളരെ വിഷമിച്ച് സങ്കടപ്പെട്ട് ഇരിക്കുവാണ്. ആ തിരക്കുള്ള ചാപ്പലിലൂടെ, പള്ളിയിലൂടെ ജോൺ മരിയ വിയാനി നടന്ന് ആ സ്ത്രീയുടെ അടുക്കൽ ചെല്ലുവാണ്. ആ സ്ത്രീയോട് ചോദിക്കുക, ഇങ്ങനെ ചെവിയിൽ പറയാണ്, നിന്റെ രഹസ്യ പാപം എനിക്കറിയാം, നിന്റെ രഹസ്യ പാപം എനിക്കറിയാം. എന്നിട്ട് ഇങ്ങനെയാണ് ജോൺ മരിയ വിയാനി ആ സ്ത്രീയോട് പറയുന്നത്: 40 വർഷമായിട്ട് നിന്റെ ഈ പാപം ക്ഷമിക്കാനായിട്ട് ഈശോ കാത്തിരിക്കുകയാണ്. ദൈവത്തിൻ്റെ കരുണ കാത്തിരിക്കുന്ന സ്നേഹമാണ്, ക്ഷമിക്കാനായിട്ട് കാത്തിരിക്കുന്ന സ്നേഹമാണ്. അത് എത്രമാത്രം നമ്മൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 1-ാമത്തെ ഭാഗത്ത് നമ്മൾ കാണുന്നുണ്ട്, നിന്റെ പാപം കടും ചുമപ്പാണെങ്കിലും അത് മഞ്ഞു പോലെ വെണ്മയുള്ളതാക്കും. ഇത് ദൈവത്തിൻ്റെ കരുണയാലാണ്. ആ കാരുണ്യത്തിൽ ആശ്രയിക്കാനായിട്ട് ദൈവത്തിന് നമ്മൾ തയ്യാറായാൽ ക്ഷമിക്കാനായിട്ട് ദൈവത്തിന് മടിയില്ല.
വിശുദ്ധ ഫ്രാൻസിസ് പാപ്പ, വിശുദ്ധ എന്നൊക്കെ പറയാം, പരിശുദ്ധ പിതാവ്, വിശുദ്ധനായില്ല ഇതുവരെ. ഫ്രാൻസിസ് പാപ്പ നമ്മളോട് ഇങ്ങനെയാണ് പറയുന്നത്: ദൈവം നമ്മോട് ക്ഷമിക്കാൻ ഒരിക്കലും മടുക്കുന്നില്ല. ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്, ദൈവം നമ്മോട് ക്ഷമിക്കാൻ ഒരിക്കലും മടുക്കുന്നില്ല. എന്നിട്ട് പിതാവ് കൂട്ടിച്ചേർത്തു, മറിച്ച് അവിടുത്തോട് മാപ്പ് ചോദിക്കാൻ മനുഷ്യനായ നാമാണ് മടുക്കുന്നത്. അല്ലെ? നമുക്കൊക്കെ ഒന്ന് കുമ്പസാരിച്ച് ഒന്ന് എളിമപ്പെട്ട് അവിടുത്തെ സന്നിധിയിലേക്ക് ഒന്ന് ചെല്ലണമെങ്കിൽ നമുക്ക് എന്നാക്കെ നോക്കിയാലാ. സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധ ജോൺ മരിയ വിയാനി നമ്മളോട് പറയുവാണ്, ദൈവത്തിൻ്റെ കരുണ ഒരു അനന്ത സമുദ്രമാണെങ്കിൽ നമ്മുടെ വലിയ പാപങ്ങൾ പോലും ആ സമുദ്രത്തിൽ ചെന്ന് വീഴുന്ന ഒരു മണൽത്തരി മാത്രമാണ്. ചിന്തിച്ച സഹോദരങ്ങളെ, ഒരു കടലിലേക്ക് ഒരു മണൽത്തരി വീണാൽ അത് അലിഞ്ഞില്ലാതായി മാറില്ലേ? അത്രയേ ഉള്ളൂ ദൈവത്തിന്റെ മുമ്പിൽ നമ്മുടെ പാപങ്ങൾ. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ പാപം വലുതാണ്. എന്നാൽ ദൈവത്തിന്റെ കരുണയ്ക്ക് എൻ്റെ പാപത്തെ സ്വീകരിക്കാൻ സാധിക്കും എന്നതുകൊണ്ടാണ്. നമ്മൾ പലപ്പോഴും പാപത്തിന്റെ ഭാരം കൊണ്ട് ക്ലേശിക്കുന്നത് എന്തുകൊണ്ടാണ്? ഒരിക്കൽ എൻ്റെ അടുത്ത് കുമ്പസാരിക്കാമെന്ന് ഒരു സഹോദരിയെ കുറിച്ച് ഞാൻ ഓർക്കുകയാണ്. ആ സഹോദരിയുടെ പ്രശ്നം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 23 വർഷമായിട്ട് ചെയ്ത പാപത്തെ അംഗീകരിക്കാൻ പറ്റണില്ല. ഇതെൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കാൻ പാടില്ല എന്നാണ് ആ സഹോദരി ഓർത്തുകൊണ്ടിരുന്നത്. എങ്ങനെയായാലും ആ ധ്യാനത്തിന്റെ അവസരത്തിൽ ആ പാപം ഏറ്റു പറയാനുള്ള ആ മനസ്സ് ആ സഹോദരി സഹോദരിക്ക് ഉണ്ടാകുവാണ്. അങ്ങനെ വലിയ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഓർക്കുന്നത്, വലിയ സന്തോഷത്തോടു കൂടിയാണ് ആ സഹോദരി പിന്നീട് ധ്യാന കേന്ദ്രമൊക്കെ വിട്ടു പോകുന്നത്. ഫൗസ്റ്റീനായുടെ ഡയറിയിൽ 297 ഖണ്ഡികയിൽ ഇങ്ങനെയാണ് തമ്പുരാൻ നമ്മളോട് പറയുന്നത്: പ്രത്യാശയില്ലാത്ത അവസ്ഥയിലും പ്രത്യാശ നൽകുന്ന ദൈവകരുണയെ ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ഒരു പ്രത്യാശയുമില്ലാത്ത അവസ്ഥയിലും പ്രത്യാശ പകരുന്നതാണ് ദൈവത്തിന്റെ കരുണ. എല്ലാ പ്രത്യാശയും നൽകുന്നതാണ് ദൈവത്തിന്റെ കരുണ. നമുക്ക് വീണ്ടും ആ കാൽവരി മലയിലേക്ക് നമുക്കൊന്ന് പോകാം. നമ്മുടെ ധ്യാനം ഇവിടെ അവസാനിക്കാറാകുവാണ്. കാൽവരി മലയിലേക്കൊന്ന് പോകാം. ഈശോ ആ കുരിശ് കിടക്കുകയാണ്, പെടഞ്ഞ് ഈശോ മരണത്തോടടുത്തു, ഈശോ മരിച്ചു. അപ്പോഴാണ് ഒരു പടയാളി വന്ന് കൺഫേം ചെയ്യാനായിട്ട് അവിടുത്തെ തിരുവിലാവ് കുത്തിപ്പിളർക്കുന്നത്. ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 20-ാം അധ്യായം 34-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: പടയാളികൾ ഒരുവൻ കുന്തം കൊണ്ട് അവിടുത്തെ വിലാപ്പുറത്ത് കുത്തി, ഉടനെ അവിടെ നിന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടു. വിശുദ്ധ ഫൗസ്റ്റീന ഇത് പ്രാർത്ഥിക്കുന്നത് വെറുതെ ഒഴുകിയെന്നല്ല, നേരെ മറിച്ച് ഗഷ് ഫോർത്ത്, കുതിച്ചൊഴുകുക എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. കുതിച്ചൊഴുകുക. ഒരണക്കെട്ട് പൊട്ടുമ്പോൾ വെള്ളം എങ്ങനെയാണോ കുതിച്ച് പുറത്തേക്ക് വരുന്നത്, അതുപോലെ ഈശോയുടെ ഹൃദയത്തിൽ ഒതുക്കി നിർക്കാൻ കഴിയാത്ത അത്രയും വലിയ സ്നേഹം ആ കുരിശിലെ പിളർപ്പിലൂടെ നമുക്കായിട്ട് കുതിച്ചൊഴുകുമായിരുന്നു. ഈ കരുണയിലാണ് നമ്മൾ ആശ്രയിക്കേണ്ടത്. നമുക്ക് വേണ്ടി രക്തം ചൊരിഞ്ഞ് നമ്മളെ വിശുദ്ധീകരിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ വലിയ കരുണ. അവിടുന്ന് ഒഴുകുന്ന ജലം മാമോദീസായെയും അതുപോലെ കുംഭസാരത്തെയും സൂചിപ്പിക്കുമ്പോൾ അതിൽ പുറപ്പെടുന്ന രക്തം വിശുദ്ധ കുർബാനയാണ് സൂചിപ്പിക്കുന്നത്. നമ്മൾ ഈ ദിവസത്തിൽ പഠനങ്ങളിലൂടെ ഒക്കെ വരുമ്പോൾ അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് മനസ്സിലാകും. അതുകൊണ്ട് നമുക്ക് ഈ നിമിഷം ഒന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തമ്പുരാനോട്. എന്താണ് പ്രാർത്ഥിക്കുന്നത്? ഈശോ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് വേണ്ടി കുതിച്ചൊഴുകിയ തിരുരക്തമേ, തിരുജലമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ഇത് അനേക പ്രാവശ്യം നമ്മൾ ആവർത്തിച്ചു കൊണ്ടേയിരിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ്. അവിടെയാണ് നമ്മുടെ എല്ലാം
അവിടുന്ന് അത് കരുണയുടെ സ്രോതസ് എന്നാണ് പറയുന്നത്. കരുണയുടെ സ്രോതസ് അവിടെയാണ്. ആ സ്രോതസ്സിൽ നിന്ന് ഒഴുകി വരുന്ന ആ തിരുരക്തത്താലും തിരുജലത്താലുമാണ് അവിടുന്നാണ് കരുണയാൽ നമ്മൾ പൂർണ്ണമായിട്ട് നമ്മൾ നിറയപ്പെടുന്നത്. വിശുദ്ധ ഹോവൈസ്റ്റിനോയുടെ ഈശോ നൽകിയ വാഗ്ദാനം ഇതാണ്: ഈ ഉറവയിൽ അഭയം തേടുന്നവർ ഒരിക്കലും നശിക്കുകയില്ല. ഈ ഉറവയിൽ, ഈശോയുടെ കരുണയുടെ ഉറവയിൽ അഭയം തേടുന്നവര് ഒരിക്കലും നശിക്കുകയില്ല. ഈശോയുടെ തിരുവിലാവിൽ നിന്നൊഴുകുന്ന ഈ കാരണത്തിൽ നിങ്ങൾ പൂർണ്ണമായി ശരണപ്പെടുന്നെങ്കിൽ നിത്യനാശത്തിൽ നിന്നും അവിടെ നിന്നെ സംരക്ഷിക്കും. എന്നിട്ട് ഈശോ പറയുവാണ്, നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെ കാണുന്ന ഇവിടെയാണ്. ഡയറി നമ്പർ 1074 ഈശോ നമ്മളോട് പറയുകയാണ്, ഞാൻ സ്നേഹവും കരുണയും മാത്രമാണ്. ഇത് നമ്മൾ ഒത്തിരി പ്രാവശ്യം പറയണം. എൻ്റെ ഈശോ അവിടുന്ന് കരുണയും സ്നേഹവും മാത്രമാണ്. എൻ്റെ ഈശോ കരുണയും സ്നേഹവും മാത്രമാണ്. എൻ്റെ നല്ല തമ്പുരാൻ ആഗ്രഹിക്കുന്നു. സഹോദരങ്ങൾ, നിങ്ങളൊന്ന് ചിന്തിച്ചേ. ഇത്രയും ദൈവമാണെന്നുള്ള കാര്യമെല്ലാം മറന്ന് എന്തൊക്കെ യാതനകളും പീഡനങ്ങളും അതൊക്കെ സഹിക്കാവോ അതെല്ലാം സഹിച്ച് ഈശോ കുരിശില് മരിക്കാനായിട്ട് ഇടയായെങ്കിൽ ആ ദൈവത്തിൻ്റെ കരുണ എത്ര വലുതാണ്. ഇത് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഞാൻ ഏറ്റെടുക്കണം. എൻ്റെ ഈശോ മരിച്ചത് എനിക്ക് വേണ്ടിയാണ് എന്നുള്ളത്, എൻ്റെ പാപങ്ങൾക്ക് വേണ്ടിയാണ് അവിടുന്ന് രക്തം ചിന്തിയത് എന്നുള്ള ആ ആഴമായ ചിന്ത ഇന്ന് നമ്മുടെ ഹൃദയത്തിലേക്ക് ഉണ്ടാകട്ടെ. അതുകൊണ്ട് ദൈവത്തിൻ്റെ സ്നേഹം പ്രകടമാകുന്നത് അവിടുത്തെ കരുണയിലാണ്. ഈ കരുണയിൽ ആശ്രയിക്കുന്നവർ ആരും നശിച്ചു പോകുകയില്ല. സ്നേഹം നിറഞ്ഞവരെ, ഞാൻ ഈ അവസാനത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ എനിക്ക് ഒരു കാര്യം കൂടി പറയാനുള്ളത്. ഈ നന്മമരം എന്ന് പറയുന്ന ഗ്രൂപ്പിലെ ധീരരായ, ഈശോയെ സ്നേഹിക്കുന്ന, ഈശോയുടെ കരുണയിൽ ആശ്രയിക്കുന്ന, ഈശോയ്ക്ക് വേണ്ടി ഹൃദയം പിടയുന്ന മക്കളാണ് ഇതൊക്കെ ഒരുക്കുന്നത്. അവരുടെ പ്രാർത്ഥനയും കാര്യങ്ങളുമൊക്കെ വളരെ പ്രചോദനാത്മകമാണ്. ഒറ്റ കാര്യമുള്ളതിന് അവരുടെ ഈശോയുടെ കരുണ അവരൊക്കെ പിടിച്ചു കുലുക്കി. ഈ കരുണ അനുഭവിക്കുന്നവർക്ക് കരുണ കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല. ഈശോയെ അറിയണമെന്ന് അവർ ആഗ്രഹിക്കാതിരിക്കില്ല.